ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡലിയുടെ റെസിപ്പിയാണ്. അരി ഉഴുന്നൊന്നും കുതിർക്കാതെ അരയ്ക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ചോറാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ചോറ് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ചോറ് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഈ ചോറ് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത ചോറ് നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു കപ്പോ ഒരു ഗ്ലാസ്സോ നമ്മൾ അളവിനായിട്ട് എടുത്താൽ മതി. അതിനനുസരിച്ച് നമ്മൾ ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml അതേ കപ്പിൽ തന്നെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി വേണ്ടുന്നത് തൈരാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം പുളിയുള്ള തൈര് തന്നെ വേണം നമ്മളിതിലേക്ക് എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ നമ്മളിപ്പം ഈ ഒരു റെസിപ്പിയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ തന്നെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് നല്ല തിക്കായെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മൾ ആ ഇഡലി മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ ഇവിടെ കിട്ടാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത ശേഷം നമ്മളിനി ഒരുപാട് സമയമൊന്നും വെക്കേണ്ട. ഇനി ഉടനെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഇഡലി പാത്രത്തിൽ ഓയിലൊന്ന് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു തട്ടിലേക്ക് നമുക്ക് ഓരോ തവി മാവ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ തട്ടിൻ്റെ 1/4 ഭാഗം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാ തട്ടിലും മാവ് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു തട്ടി ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അത് 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്.